പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഷാലേം ഇന്റർനാഷണൽ മിനിസ്ട്രീസിലെ വചന ശുശ്രൂഷയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ ദൈവവചനവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 16 വേഴ്സ് 17. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വൃതസ്ഥൻ ആകുന്നു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും. ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് ശിംശോൻ ദലീലയോട് പറഞ്ഞു. ശിംശോന്റെ ദൈവബലം വിട്ടാൽ അവൻ ശേഷൻ മനുഷ്യരെ പോലെയാകും. ഐ വിൽ ബിക്കം വീക്ക് ആൻഡ് ബി ലൈക്ക് എനി അതർ മാൻ. അപ്പോൾ ശിംശോനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് അവനിൽ വ്യാപരിച്ച ദൈവസാന്നിധ്യമാണ്, ദൈവശക്തിയാണ്. ശിംശോന്റെ കഴിവല്ല, ശിംശോന്റെ ശക്തിയല്ല, അവൻ്റെ മുടിയിലോ പേശിയിലോ അല്ല, അവനിൽ ആവസിച്ച ദൈവസാന്നിധ്യം, ദൈവശക്തിയാണ് അവൻ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനാകുക. എന്നാൽ അവൻ പറയുക, ദൈവസാന്നിധ്യം അവനെ വിട്ടുപോയാൽ, ദൈവശക്തി അവനിൽ നിന്ന് മാറിപ്പോയാൽ അവൻ ശേഷം മനുഷ്യനെ പോലെയാകും. ദൈവമക്കളെ, നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്ത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുക. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച, ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കളെ, നമ്മൾ യാതൊരു വിധത്തിലും നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന ദൈവ സാന്നിധ്യം വിട്ടുകളയരുത്. യോഹന്നാൻ 2:27 നമ്മൾ വായിക്കുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളിൽ ഇരിക്കുന്നു, അതുകൊണ്ട് ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ കാര്യമില്ല. അപ്പൊ ദൈവം ആണ് നമ്മളിൽ അഭിഷേകം തന്നിരിക്കുന്നത്. ധന്യനായ പൗലോസ്ലീഹ അതാ പറയുന്നത്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അപ്പൊ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ശത്രുവിനെ ജയിക്കാനാണ്, ഈ ലോകത്തിന്റെ ഇമ്പത്തെ ജയിക്കാനാണ്, ഈ ലോകത്തിന്റെ സകല മുഖങ്ങളെയും തകർത്ത് നിത്യതയിൽ നമ്മൾ എത്തുവാനാണ്. ശിംശോന്റെ അമ്മയ്ക്ക്, മനോഹയുടെ ഭാര്യയ്ക്ക് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക. കാരണം എന്താണെന്നറിയാമോ? ഇവൾ ഗർഭം ധരിക്കാൻ പോകുന്നവൻ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിക്കുവാനുള്ളവനാണ്. അമ്മയോട് പറയുക, ആകയാൽ സൂക്ഷിക്കണം, നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായത് തിന്നുകയുമരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസിരായിരിക്കും, അവൻ ഇസ്രായേലിനെ പെരിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു നാസിറിനാണ്. നാസിർ വിധക്കാരൻ എങ്ങനെ ആയിരിക്കണമെന്ന് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. വീഞ്ഞും മദ്യവും കുടിക്കാൻ പാടില്ല, വീഞ്ഞിന്റെയോ മദ്യത്തിന്റെയോ കാടി കുടിക്കാൻ പാടില്ല, തല ക്ഷൗരം ചെയ്യാൻ പാടില്ല, സ്തോത്രം, മുന്തിരി കുരുവിലുള്ള യാതൊന്നും കഴിക്കാൻ പാടില്ല, ശവത്തെ തൊട്ട് തന്നെ അശുദ്ധമാക്കരുത്. ദൈവമക്കളെ, ഒരു ദൈവ പൈതലിന് വിശുദ്ധിയും വേർപാടും അത്യാവശ്യമാണ്. എല്ലാവരെ പോലെ നമ്മൾക്ക് എല്ലാം ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന യാതൊരു പ്രവൃത്തികളും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ശിംശോനെ സ്വത്രം ആ ദൈവ സാന്നിധ്യം വിട്ടുപോയപ്പോൾ അവൻ സാധാരണ ഓർഡിനറി ഒരു മനുഷ്യനായി. അതുവരെ അവന്റെ മുമ്പിൽ വന്ന സിംഹത്തെ അവൻ വലിച്ചു കീറി. ആമേൻ, സ്തോത്രം. അവന്റെ മുമ്പിൽ വന്നതിനെ എല്ലാം അവൻ തകർത്തു.
ആമേൻ 300 കുറുക്കന്മാരെ ഒന്നിച്ച് പിടിച്ചു കെട്ടിയവനാ. ആമേൻ ശക്തിയുള്ളവനാ. ആമേൻ ശത്രുവിന്റെ തലയെ തകർക്കുവാൻ ദൈവം അവന് പ്രത്യേകമായി അഭിഷേകം കൊടുത്തിട്ടുണ്ട്. എന്ന് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ആമേൻ സ്തോത്രം. നിന്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന ആ ദൈവശക്തി അസാധാരണമാണ്. അതാ പൗലോസ്ലീഹ പറയുന്ന ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ തന്നിരിക്കുക. ആമേൻ അത് സകലത്തെയും ജയിക്കുന്നതാണ്. അത് നമ്മൾ നശിപ്പിക്കരുത്. ധന്യനായ പൗലോസ്ലീഹ റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പോൾ നമ്മൾ ദൈവത്തിനായി നമ്മൾ യാഗം അർപ്പിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള യാഗം നമ്മൾ ഇന്ന് വരണം. അതുകൊണ്ട് അതെന്ത് ചെയ്യണം? നമ്മുടെ കണ്ണുകളോട് നമ്മൾ നിയമം ചെയ്യണം, നമ്മുടെ നാവുകളോട് നിയമം ചെയ്യണം. ആമേൻ. അരുതാത്തത് നോക്കുകയോ കാണുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ തൊടുകയോ ഒന്നും ചെയ്യരുത്. ആമേൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുന്ന ദൈവമക്കളാകണം. ശിംശോനിൽ നിന്ന് ഈ ദൈവ സാന്നിധ്യം പോയപ്പോൾ അവൻ അറിഞ്ഞില്ല താനൊരു ആമീൻ സ്തോത്രം സാധാരണ വ്യക്തിയായി തീർന്നെന്നാണ്. ആമീൻ. ഫെലിസ്ത്യർ അവനെ പിടിക്കാൻ വന്നപ്പോൾ ആമീൻ സ്തോത്രം അവൻ വീണ്ടും പഴയതുപോലെ കുടഞ്ഞെഴുന്നേറ്റു. തന്റെ തല ക്ഷൗരം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നിൽ നിന്നുള്ള ശക്തി അവനിൽ വിട്ടുപോയത് അറിയാതെ അവൻ വീണ്ടും അവൻ കുടഞ്ഞെഴുന്നേറ്റു. എന്നാൽ ഫെലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ചെമ്പ് ചങ്ങല കൊണ്ടവനെ ബന്ധിച്ചു. അവരുടെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി മാവാട്ടി. ദൈവമക്കളെ, ആമീൻ ദൈവസ്തോത്രം. ആമീൻ. നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിലും ജീവിച്ചില്ലെങ്കിൽ ആമീൻ സ്തോത്രം, നാളെ തോറ്റുപോകേണ്ട അവസ്ഥകൾ വരും. ആമീൻ. പൈശാചിക ശക്തികൾ ആമീൻ സ്തോത്രം കയറി നമ്മളെ തോൽപ്പിക്കുവാനിടയാകും. ദേശാധിപതിയുടെ ശക്തികൾ നിന്നെ ബന്ധിച്ച് അന്ധകാരത്തിൽ തള്ളും. ആകയാൽ നിന്നിൽ ആമീൻ ദൈവം തന്നിരിക്കുന്ന അഭിഷേകം, ദൈവ സാന്നിധ്യം അത് ഒട്ടുപോലും ചോർന്നു പോകാതെ വിശുദ്ധിയിലും വേർപാടിലും ദൈവ സാന്നിധ്യ ബോധത്തോടും കൂടെ ആമീൻ സ്തോത്രം ജീവിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിലെ ഒരു ദുഷ്ടശക്തികൾക്കും നിന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ശിംശോനെ വിട്ടുപോയപ്പോൾ അവൻ നാസീരനല്ലാതായി. ആമീൻ. മറ്റുള്ള സമയത്തിൽ അവൻ ശരീരം ചലിപ്പിച്ചപ്പോൾ ഉണ്ടായ ദൈവപ്രവൃത്തികൾ, അസാധാരണമായ കാര്യങ്ങൾ ഒന്നുമില്ലാതായി. പ്രൈസ് ദി ലോർഡ്. തിരിച്ചാക്രമിക്കുവാൻ അവന് കഴിവില്ലാതായി. അതേ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും നേടിയതും ആമീൻ എന്തെങ്കിലും പ്രതിസന്ധികളെ അതിജീവിച്ചതും നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ടാണ്. ശൗലിനെ നമ്മൾ എടുത്തു പഠിച്ചാൽ ശൗല് ആമീൻ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയപ്പോൾ യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അതുകൊണ്ട് എന്താണ്? ദാവീദിനെ അവൻ ഭയക്കാനിരുന്നു. ആമീൻ ഭയക്കുവാനിടയായി. യഹോവ ദാവീദിനോട് കൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തത് കൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു എന്ന് 1 ശമൂവേൽ 18:12 നമ്മൾ വായിക്കുന്നു. അതേ ദൈവമക്കളെ, നിന്നെ ഇന്ന് ആമേൻ ഭയന്നിരിക്കുന്നവർ ആമേൻ സ്തോത്രം നാളെ നിന്നെ നിസാര എന്ന് കാണാതിരിക്കണമെങ്കിൽ ഞാനും നിങ്ങളും അഭിഷേകത്തിന് വില കൊടുത്ത് ദൈവ സാന്നിധ്യ ബോധത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആമേൻ വിശുദ്ധിയിലും വേർപാടിലും ദൈവവചനം നമ്മളോട് എന്തു പറയുന്നുവോ അത് പ്രകാരം മുൻപോട്ട് പോകുന്ന വ്യക്തികളായാൽ ഈ ലോകത്തിലെ ഒരു ദുഷ്ടശക്തികൾക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസാന്നിധ്യം വിട്ടുപോയപ്പോൾ ശൗൽ മന്ത്രവാദി ആമേൻ സ്തോത്രം ആലോചന ചോദിക്കുവാൻ വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ പോയി എന്ന് നമ്മൾ സ്തോത്രം 1 ശമൂവേൽ 28:6-7 വായിക്കുന്നു. ദൈവമക്കളെ, എത്രമാത്രം അവന്റെ ജീവിതം അധപ്പതിച്ചു പോയി. ദൈവം അഭിഷേകം ചെയ്തതാ ശൗലിനെ. എന്നാൽ അവനിൽ നിന്ന്
ദൈവ സാന്നിധ്യം പോയപ്പോൾ അരുളപ്പാടുകൾ അവനിലില്ലാതായി. ദൈവം അവനോട് സംസാരിക്കാത്ത ദിനങ്ങളായി. വളരെ ഭയത്തോടും ആമേൻ സ്തോത്രം നമ്മൾ ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ വേണം ഈ ലോകത്തിൽ കൂട്ടുകെട്ടുകളിൽ നടക്കുവാൻ. നമ്മൾ സമൂഹങ്ങളിൽ പോകുമ്പോൾ അവൻ വളരെ സൂക്ഷിച്ച് നമ്മുടെ സ്റ്റെപ്പുകളെ വെക്കണം. ദൈവത്തിന്റെ വചനം നമ്മളോട് എന്ത് പറയുന്നുവോ അക്ഷരം പ്രതി അനുസരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ, ആമേൻ സ്തോത്രം, ദൈവം നമ്മൾക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ആയുസ് വിജയകരമായി പൂർത്തീകരിച്ച് നിത്യതയിലെത്തുവാൻ ആമേൻ ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വില കൊടുക്കണം. പരിശുദ്ധാത്മാവ് പറയുന്ന ഇടത്തേക്ക് നമ്മൾ മൂവ് ചെയ്യാകും. പൗലോസിനെ പരിശുദ്ധാത്മാവ് വിലക്കിയെന്ന് നമ്മൾ വായിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ വിലക്കിയാൽ, പരിശുദ്ധാത്മാവ് ഇന്നത് നോക്കരുത്, ഇന്നത് പറയരുത്, ഇന്നത് ചെയ്യരുത് എന്ന് നമ്മളോട് ആമേൻ ഹൃദയത്തിൽ സംസാരിച്ചാൽ, അത് അക്ഷരം പ്രതി അനുസരിച്ച് അത് അവിടെ വെച്ച് തന്നെ നമ്മളത് അനുസരിക്കുവാൻ തയ്യാറായാൽ, ദൈവമക്കളെ, മുമ്പിൽ വരുന്ന വിപത്തുകൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും, അനർത്ഥങ്ങൾ മാറിപ്പോകും. ആമേൻ സ്തോത്രം. പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളും ആമേൻ അവിടെ പരാജയപ്പെടും. ആകയാൽ ശിംശോൻ പറയാ, എന്റെ തലയിലെ മുടി ക്ഷൗരം ചെയ്താൽ എന്റെ ശക്തി ഇല്ലാതാകും, ഞാൻ ശേഷം മനുഷ്യരെ പോലെയാകും. ഐ വിൽ ബിക്കം ഓർഡിനറി മാൻ ലൈക്ക് അതേഴ്സ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനിവിടെ ചുരുക്കുക ഒരു ഷോർട്ട് മെസ്സേജ് പറഞ്ഞ് നിർത്തുക. ദൈവം നമ്മൾ തന്നിരിക്കുന്ന അമൂല്യമായ ദൈവശക്തി, ആർക്കും അളക്കാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം, ഇമ്മർഷറബിൾ പവർ, സകലത്തെയും ആമൻ ജയിക്കുന്ന ദൈവ സാന്നിധ്യം, സകലത്തെയും തിരിച്ചറിയാൻ ആമൻ സ്തോത്രം കഴിയുന്ന ദൈവ സാന്നിധ്യം, നമ്മൾ അലസത കാണിക്കാതെ അതിന് പ്രാധാന്യം കൊടുത്ത് ആ ദൈവശക്തി ഒരിക്കലും നമ്മളിൽ നിന്ന് ചോർന്നു പോകാൻ ആമേൻ ഇടയുള്ള കൂട്ടുകെട്ടുകളും ആമേൻ സ്തോത്രം പ്രവൃത്തി മണ്ഡലങ്ങളിലും ആമേൻ വാക്കുവാദങ്ങളിലും നമ്മൾ ഇടപെടാതെ ദൈവ സാന്നിധ്യത്തിന്, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വില കൊടുത്ത് മുന്നേറാം. അങ്ങനെ ചെയ്താൽ ശിംശോനെ പോലെ നമ്മൾക്കൊരു പരാജയം വരത്തില്ല. നിത്യതയിലെത്തുവോളും അത് നമ്മളെ നടത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. എൻ്റെ സ്തോത്രം ശ്രോതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഷോർട്ട് മെസ്സേജിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരെ ടച്ച് ചെയ്യണമേ. ദൈവ സാന്നിധ്യം ആമേൻ സ്തോത്രം കർത്താവേ അനുദിനം വർദ്ധിച്ചു വരുന്ന നിലയിൽ ദൈവഭയത്തോടും ദൈവവചന ധ്യാനത്തോടും ആമേൻ കർത്താവേ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് മുന്നേറുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കും. ആമേൻ. നിന്റെ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങൾ സഭയായി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ.